മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, വെൽക്കം ബാക്ക് ടു +1 ഹിന്ദി. മക്കളെ, ബാബു സാറാണ്. നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും യൂണിറ്റ് ആണ്. പക്ഷേ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ് മുഴുവൻ പഠിച്ച് മാത്രമേ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതിൽ നമുക്ക് ഓരോ പാഠഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ വീഡിയോസ് ആയിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് മൂന്നാമത്തെ യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് അനുവാദ് സൃജൻ കി ഓർ എന്ന് പറയുന്നത്. അനുവാദ് എന്ന് പറഞ്ഞാൽ പരിഭാഷ എന്നാണ് അർത്ഥം. സൃജൻ കി ഓർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലേക്ക്, അതായത് മറ്റൊരു ഭാഷയിൽ നിന്ന് ആ ഭാഷയുടെ സാഹിത്യത്തിന്റെ കാവ്യഭംഗി നഷ്ടമാവാതെ അതേ രീതിയിൽ മറ്റൊരു ഭാഷയിലേക്ക്, അതായത് ഹിന്ദിയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ നാം എങ്ങനെയൊക്കെയാണ് ഭാഷയിലെ കാവ്യഭംഗി ചോർന്നു പോവാതെ, അതിന് മൂല്യം ചോർന്നു പോവാതെ പരിഭാഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ നൽകുന്നതാണ് ഈ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അനുവാദ്, പരിഭാഷ, സൃജൻ കി ഓർ സൃഷ്ടിയിലേക്ക് എന്നുള്ളത് പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യമാണ് വരിക. പരിഭാഷപ്പെടുത്തേണ്ട ഒരു സ്റ്റൈല് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കാണാം. നോക്കൂ, ഈ പാഠത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചാൾസ് എ ടിൻലിയുടെ ഒരു ഇംഗ്ലീഷ് വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഗിരിജാ കുമാർ മാഥുർ എങ്ങനെയാണ് കാവ്യഭംഗി നഷ്ടപ്പെടുത്താതെ ഹിന്ദിയിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് മൊഴിമാറ്റം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, വി ഷാൾ ഓവർകം സം ഡേ എന്നിട്ട് കൊടുത്ത് ഡീപ്പ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ് വി ഷാൾ ഓവർകം സം ഡേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനല്ലേ ഞാനൊരിക്കൽ സക്സസ് ആയി വിജയിയാവുക തന്നെ ചെയ്യും, ഞാനൊരിക്കൽ വിജയിയായി തന്നെ വരിക തന്നെ ചെയ്യും, അതിലെനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് എന്നുള്ള വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വരിയാണത്. ഇതിനെ അതേ രീതിയിൽ, അതേ രാഗത്തിൽ, അതേ രീതിയിൽ, അതേ കാവ്യഭംഗി നഷ്ടപ്പെടാതെ അതേ അർത്ഥത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. നോക്കൂ, വി ഷാൾ ഓവർകം, അതിനെ ഹിന്ദിയിലെ മാറ്റുമ്പോൾ ഹോങ്കെ കാമയാബ്, വി ഷാൾ ഓവർകം സം ഡേയ്സ്, ഹോങ്കെ കാമയാബ് ഏക് ദിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർകം എന്നുള്ളതിനെ നമ്മൾ കാമയാബ്, അതായത് നമ്മളെ അതിനെ ഓവർകം ചെയ്യും, തരണം ചെയ്യും, വിജയിക്കുക തന്നെ ചെയ്യും, ലക്ഷ്യത്തിലെത്തിച്ചെയ്യും എന്നതാണ്. അതിനാണ് കാമയാബ്, നമ്മൾ സക്സസ്ഫുൾ ആയി മാറും എന്നുള്ള വാക്ക് വെച്ച്. അപ്പോൾ നമ്മൾ നോക്കൂ, വി ഷാൾ ഓവർകം ഹോങ്കെ കാമയാബ്, വി ഷാൾ ഓവർകം സം ഡേ, ഹോങ്കെ കാമയാബ് ഏക് ദിൻ, ഡീപ്പ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ്, मन में विश्वास. നോക്കൂ, ഡീപ്പ് ഇൻ മൈ ഹാർട്ട് मन में है विश्वास ഐ ഡു ബിലീവ്, പൂരാ ഹേ വിശ്വാസ്, വി ഷാൾ ഓവർകം സം ഡേ, ഹോങ്കെ കാമയാബ് ഏക് ദിൻ, ഗിരിജാ കുമാർ മാഥുർ. അതിന് അതേ രീതിയിൽ കാവ്യഭംഗി നഷ്ടപ്പെടാതെ അതിനെ മൊഴിമാറ്റം ചെയ്തത് കണ്ടോ. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന കൃത്യമായ എങ്ങനെയാണ് മൊഴിമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ മൊഴിമാറ്റം ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കരസ്ഥമാക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു കോൺവെൻസേഷൻ തരും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരും. സാധാരണ കോൺവെൻസേഷനാണ് തരാറ്. ഓക്കെ, ആ കോൺവെൻസേഷൻ ഇംഗ്ലീഷിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കാവ്യഭംഗിയോ അതിൻ്റെ അർത്ഥമോ ഒന്നും നഷ്ടപ്പെടാതെ അതിനെ ഹിന്ദിയിലേക്ക് പരിഭാഷ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ്. ഇതാണ് ആ ചോദ്യം. നോക്കൂ, ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പല തവണയായിട്ട് PYQ ആയിട്ട് പല തവണയായിട്ട് വന്ന ചോദ്യങ്ങളിലുള്ള ഒരു ചോദ്യമാണ്. അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് കരി, ഇംഗ്ലീഷ് സംവാദ് കോൺവെർസേഷനെ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്താൻ അനുവാദ് കരി. 6 മാർക്കാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു കോൺവെർസേഷൻ കൊടുത്തിരിക്കുന്നു, രോഹനും റിയയാണ്. ഇവിടെ നോക്കൂ, രോഹൻ പറയാണ് ഹലോ റിയ, ഹൗ ആർ യു? അപ്പോൾ റിയ പറയുന്നു ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? അപ്പോൾ രോഹൻ പറയാണ് ഐ ആം ആൾസോ ഫൈൻ ആൻഡ് ബിസി ടു. റിയ വൈ? അപ്പോൾ രോഹൻ പറയാ ഐ ആം ബിസി ബിക്കോസ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ്. റിയ ഓക്കെ, ഐ വിൽ കോൾ യു ടുമാറോ. രോഹൻ ഓക്കെ ബൈ. ഈ കാര്യത്തെ ഇതുപോലെ നമുക്ക് അതിൻ്റെ കാവ്യഭംഗിയും അതിൻ്റെ അർത്ഥമൊന്നും മാറാതെ ഹിന്ദിയിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. നോക്കൂ ഉത്തരം. രോഹൻ പറയാണ് ഹലോ റിയ ആപ് കൈസേ ഹേ. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്? ഹലോ റിയ, ഹൗ ആർ യു? അതിൻ്റെ ഹിന്ദി എന്താണ്? ഹലോ റിയ ആപ് കൈസേ. അപ്പോൾ ഉത്തരം എന്തായിരുന്നു? ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? അതിൻ്റെ ഹിന്ദി ഇതാണ്, മേ ടീക് ഹൂം ആപ് കൈസേ ഹേ. അടുത്തത് രോഹൻ പറയുന്നു ഐ ആം ആൾസോ ഫൈൻ ആൻഡ് ബിസി ടു. അതിന് മറുപടി എന്താ? രോഹൻ പറയുന്നു മേ ബി ടീക് ഹൂം ഓർ വ്യസ്ത് ബി ഹേ, ഭയങ്കര ബിസിയാണ്. അപ്പോൾ റിയ ചോദിക്കുന്നു വൈ? അപ്പോൾ റിയ ചോദിക്കുന്നു ഇവിടെ ക്യോം, എന്തുകൊണ്ട്?
അപ്പോൾ രോഹൻ പറയുന്നു ഐ ആം ബിസി ബിക്കോസ് ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ. മേം ഓൺലൈൻ ക്ലാസ് കെ കാരണം വ്യസ്തവും, ഞാൻ ഓൺലൈൻ ക്ലാസ് കാരണമാണ് ബിസിയാണ്, എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നില്ല. അപ്പോൾ റിയ പറയാണ് ഓക്കെ ഐ വിൽ കോൾ യു ടുമാറോ. റിയ പറയാണ് ഠീക്ക് മേ കൽ തുമേ ബുലാവുക, ഞാൻ നാളെ നിന്നെ വിളിക്കാം. അപ്പോൾ രോഹൻ പറയാണ് ഓക്കെ ബൈ, ഓക്കെ ബൈ. അതിൻ്റെ ഹിന്ദി ഠീക്ക് വിദ. ഇങ്ങനെ നമ്മൾ പരിഭാഷ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നത് മക്കളെ 6 മാർക്കാണ് ഈ പാഠത്തിൽ വരുന്ന ചോദ്യം. മറ്റൊരു ഉദാഹരണം കൂടെ നമ്മൾ നോക്കൂ. ഇത് ഞാൻ അവിടെ നോക്കൂ, ശ്രദ്ധിക്കണേ. അംഗ്രേസി സംവാദിക്ക ഹിന്ദി മേ അനുവാദ് കരയും. മിനി അതുപോലെ തന്നെ വീണ 2 പെൺകുട്ടികളാണ് സംസാരിക്കുന്നത്. ഹായ് വീണ, ഹൗ ഈസ് യുവർ സ്റ്റഡീസ്? അപ്പം മിനി ചോദിക്കുകയാണ്, നോക്കൂ ഹായ് വീണ തുമാരെ പഠായി കൈസേ? അപ്പോൾ വീണ പറയാണ് ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്. നോക്കൂ ഹാം അച്ചി തരഹ് ജാത്തി ഹെ. മിനി ദാറ്റ് ഈസ് നൈസ് ടു ഹിയർ അല്ലേ. അപ്പോൾ മിനി പറയാണ് സുന്നേമേ അച്ചാ ലഗി, അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഓക്കെ വീണ പറയാണ് ബട്ട് മാത്സ് ഈസ് ഡിഫിക്കൽട്ട്, ക്യാൻ യു ഹെൽപ്പ് മീ? വീണ ചോദിക്കുകയാണ് ലേക്കിൻ ഗണിത് ബഹുത്ത് മുഷ്കിൽ കെ, മാത്സ് ഭയങ്കര പ്രയാസമാണ്. തും മുझे മദദ് കരേംഗെ, തും മുझे മദദ് കരേംഗെ അല്ലേ. ക്യാൻ യു ഹെൽപ്പ് മീ, തും മുझे മദദ് കരേംഗെ, നീ എന്നെ സഹായിക്കുമോ? അപ്പോൾ മിനി പറയാണ് ഷുവർ ഐ വിൽ കം ടു ഹൗസ് ടു ഹോം അല്ലേ. ഷുവർ ഐ വിൽ കം ടു ഹോം. മിനി പറയാണ് ജറൂർ മേ ഗർ മേ ആവുക, തീർച്ചയായും ഞാൻ സഹായിക്കാം, ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ വീണ പറയാണ് താങ്ക് യു സോ മച്ച്. വീണ പറയാണ് ബഹുത്ത് ശുക്രിയ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതുപോലെ നിങ്ങൾ പരിഭാഷപ്പെടുത്തണം. ഇതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. വളരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് മുഴുവൻ പ്രത്യേകിച്ചെങ്കിലും എന്തെങ്കിലും കാണാതെ പഠിച്ചു വെക്കുന്നതല്ല വേണ്ടത്. എങ്ങനെയാണ് ഓരോ ഭാഷയും ഓരോ വരികളും പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് 2 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഈ പാഠഭാഗത്തിൽ നിന്ന് സൃജൻ കി ഓർ എന്ന് പറയുന്ന ഉറപ്പായും ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, അതിൽ മാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ ബൈ.